സർക്കിൾ ആൻഡ് പരാബോള എന്ന് പറഞ്ഞ ലാബ് നോക്കി നോക്കാം. ഈ ലാബ് ഈസിയാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ബുദ്ധിമുട്ടുമല്ല, ഒരു മീഡിയം. ഓക്കെ. പക്ഷേ ലാബ് വൃത്തിയായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇല്ലേ, അതിൽ സർക്കിളിൻ്റെ ഇക്വേഷനും പരാബോളേൻ്റെ 4 ഇക്വേഷനും അതിനെപ്പറ്റി ഒരു ധാരണ വേണം. ഓക്കെ. ഫോക്കസ്, ഡയറക്ട്രിക്സ്, ലാറ്റസ് റെക്റ്റം, അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഫസ്റ്റ് സർക്കിളിൻ്റെ പാർട്ടാണ്, പിന്നെ പരാബോള. ഫസ്റ്റ് തന്നെ പറയുന്ന സർക്കിൾ വരയ്ക്കാനുള്ള മെത്തേഡുകളാണ്. ശരിക്കും പറയുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7 മെത്തേഡുകളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 7 മെത്തേഡ് എന്ന് പറയാനില്ല. നമ്മൾ ഇതിൻ്റെ സീറോ ലാബിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർക്കിൾ വരയ്ക്കാനുള്ള ടൂളുകളെ പറ്റിയിട്ട്. അതന്നെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം. ആ ടൂൾ തന്നെ കമാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ ലാബിലൊക്കെ കമാൻഡ് യൂസ് ചെയ്തിട്ട് ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യലും ഫംഗ്ഷനെ 2 ലൈനിൽ വരയ്ക്കലും ഗ്രാഫ് വരയ്ക്കലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ കമാൻഡ് യൂസ് ചെയ്തിട്ടും നമുക്ക് സർക്കിൾ വരയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ടൂൾ നോക്കി നോക്കാം, എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമാൻഡ് നോക്കാം. ഇപ്പം ഒരു ജിയോജിബ്ര വിൻഡോ നമ്മൾ തുറന്നു. അത് സർക്കിൾ ടൂള് 6ാമത്തെ ടൂൾ ബോക്സിലാണ്. 3 എണ്ണം ഉണ്ട്. നിങ്ങൾ യൂസ് ചെയ്യേണ്ട 3 ടൂൾ ബോക്സ് അല്ലെങ്കിൽ ടൂളുകൾ ഫസ്റ്റ്, സെക്കൻഡ്, ഫോർത്ത് സീറോ ലാബിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ഓരോന്ന് യൂസ് ചെയ്യാന്നുള്ളത് പറയാം. അപ്പോൾ ഫസ്റ്റത്തെ ടൂള് ഞാൻ എടുത്തു. ഓക്കെ. എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സെൻറ്റർ പോയിൻറ്റും പോയിൻ്റ് ഓൺ സർക്കിൾ. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എന്ത് വേണം, 2 പോയിൻറ്റ്സ് വേണം. ഇതൊക്കെയാണ് ഇത് ആദ്യം പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് എൻ്റെ കയ്യിൽ 2 പോയിൻറ്റ്സ് ഉണ്ടെന്ന് എഴുതാം. ഫസ്റ്റത്തെ ഈ ടൂൾ യൂസ് ചെയ്യേണ്ടത് സെൻറ്റർ ത്രൂ പോയിൻ്റാണ് ടൂളിൻ്റെ പേര്. അപ്പോൾ സെൻറ്ററും പാസിങ് പോയിൻറ്റും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഞാനൊരു കണ്ടീഷൻ പറയുകയാണ്, എയിലൂടെ പാസ് ചെയ്യാം, എ സെൻറ്ററായിട്ട് ബിയിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ വരയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, എയിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക. സെൻറ്റർ ഏതാണോ വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക, പിന്നെ പാസിങ് പോയിൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സർക്കിളായി. അല്ല തിരിച്ച് ബി സെൻറ്ററായിട്ട് എയിലൂടെ പാസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ബിയിലാണ് ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്, പിന്നെ എയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മനസ്സിലായാലും ഓർഡർ മാറിക്കഴിഞ്ഞാൽ സർക്കിൾ മാറും. അതിനാണ് ഫസ്റ്റ് ടൂള്. ഇതേ സർക്കിള് നമുക്ക് ഈ ടൂളില്ലാതെയും വരയ്ക്കാം. ഇപ്പം ഇതാണ് ഈ സർക്കിൾ ഞാനൊന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ. അതേ സർക്കിൾ എനിക്ക് അവിടെ തന്നെ വരുത്താൻ കഴിയും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ അല്ല കമാൻഡ് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ കമാൻഡ് ശ്രദ്ധിച്ചോ, സർക്കിൾ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ തന്നെ മുകളിൽ ഓപ്ഷൻസ് വരുന്നുണ്ടാവും. ഓക്കെ. ഇതിൽ നമ്മളെങ്ങനെയാണ് സെൻറ്ററും പാസിങ് പോയിൻറ്റും അല്ലേ, അതിൽ 3ാമത്തെ സെൻറ്റർ പോയിൻറ്റ് സർക്കിള് ബ്രാക്കറ്റ് കൊടുക്കുക. ഫസ്റ്റ് നിങ്ങൾ പാസിങ് പോയിൻ്റ് ഏതാണോ അത്, സെൻറ്റർ പോയിൻ്റ് ഏതാണോ അത്, ആ ഓർഡർ കീപ്പ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ന് പറഞ്ഞാൽ 1.12 0.43 അപ്പോൾ അതിനെ ടൈപ്പ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ക്യാപിറ്റൽ ലെറ്റർ എ യൂസ് ചെയ്യണേ, കോമ, പാസിങ് പോയിൻ്റ് ഏതാണ്, ബി. ഓക്കെ. എൻ്റർ കൊടുത്തു. അതേ സർക്കിൾ തന്നെ വന്നില്ലേ, നോക്കി നോക്ക്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2ൻ്റെ ഇക്വേഷൻ. ഫസ്റ്റ് വരച്ച സർക്കിൾ ഇതാണ്, സെക്കൻഡ് വരച്ച സർക്കിൾ ഇതാണ്. അപ്പോൾ അതേ സർക്കിൾ തന്നെ വന്നില്ലേ. മറ്റേതും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാലും പുതിയൊരു സർക്കിളൊന്നും കാണാൻ കഴിയില്ല. അതായത് സെയിം സർക്കിൾ ഇങ്ങനെയും വരയ്ക്കാം. അവർ പറഞ്ഞിട്ടുണ്ട്, മാനുവൽ തന്നെ വൃത്തിയായി പറയുന്നുണ്ട്, നിങ്ങൾ നോക്കി നോക്ക്. ഫസ്റ്റ് സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിൻ്റാണ് നമ്മൾ ചെയ്തത്. സർക്കിൾ ആദ്യം സെൻറ്റർ പോയിൻറ്റ്, അത് നിങ്ങൾക്ക് എയും ബിന്ന് അങ്ങനെ എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ പോയിൻ്റ് ഏതാണെന്നുള്ളത് കോർഡിനേറ്റ്സ് വെച്ചിട്ട് തന്നെ അങ്ങനെയും വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സെൻറ്റർ പോയിൻ്റാണ് ആദ്യം, പിന്നെ പാസിങ് പോയിൻറ്റ്. ഇതാണ് ഒരു ടൂള്, അത് വെച്ചിട്ടുള്ള കമാൻഡും. ഇനി അടുത്ത് നോക്കി നോക്കാം 2ാമത്തെ ടൂൾ ഏതാണെന്നുള്ളത്. ഓക്കെ. 2ാമത്തെ ടൂൾ യൂസ് ചെയ്യണത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. സർക്കിൾ സെൻറ്റർ ആൻഡ് റേഡിയസ്. അപ്പോൾ റേഡിയസിനെ പറ്റിയിട്ടൊരു മെൻഷൻ ടൂളിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നു നിങ്ങളോട്, എ സെൻറ്റർ ആയിരിക്കണം, ഒരു 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 5 യൂണിറ്റ് റേഡിയസും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ടൂൾ ബോക്സ് സെലക്ട് ചെയ്യും. ഓക്കെ. ഇവിടെ പറഞ്ഞ് നിർത്തിയത് ഞാൻ മറന്നു, വീഡിയോ ഒന്ന് പോസ് ചെയ്യേണ്ട വന്നു. അപ്പോൾ എ സെൻറ്ററായിട്ട് ഒരു 5 യൂണിറ്റ് റേഡിയസിൽ നിങ്ങൾക്കൊരു സർക്കിൾ വരയ്ക്കണം എന്ന് എടുത്താൽ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ടൂൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് സെൻറ്റർ പോയിൻറ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ ചോദിക്കും റേഡിയസ് എത്ര വേണമെന്ന്. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക 5 വേണമെന്ന്, എൻ്റർ കൊടുക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ. അപ്പോൾ സർക്കിൾ വരും. ഇത്രയും ചെയ്താൽ മതി. ഇനി ഇത് തന്നെ കമാൻഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ വരയ്ക്കുക ചോദിച്ചു കഴിഞ്ഞാൽ അതിനും വഴിയുണ്ട്. നേരത്തെ പോലെ തന്നെ സർക്കിൾ എന്ന് ടൈപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ. സ്പെല്ലിംഗ് തെറ്റിയല്ലേ. സർക്കിള് ബ്രാക്കറ്റിൽ. ഓക്കെ. അതിൻ്റെ മുന്നേ ഓപ്ഷൻസ്, ഇതിലേത് ഓപ്ഷനായിരിക്കും
നിങ്ങൾക്ക് ഗസ് ചെയ്യാം. പോയിൻ്റ് റേഡിയസ് നമ്പർ ഫസ്റ്റത്തത്. ഓക്കെ, അപ്പം ബ്രാക്കറ്റ് പോയിൻ്റ് ഏതാണ്, സെൻറ്റർ പോയിൻ്റ് ഏതാണ്, എ ആണല്ലേ. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എയിൽ കോമ റേഡിയസ് എത്ര പറഞ്ഞത് 5. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ സെയിം സർക്കിൾ വരും. ഓക്കെ, ഇതാണ് ടൂള്, രണ്ടാമത്തെ ടൂള്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമാൻഡ്. ഓക്കെ, ഇങ്ങനെയും സർക്കിൾ വരയ്ക്കാം. അപ്പോൾ ഇതും അറിഞ്ഞു വയ്ക്കുക. രണ്ടാമത്തെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് മൂന്നാമത്തെ ടൂള്, ഇതിൽ പറയുന്നുണ്ട് സർക്കിൾ, പോയിൻ്റ്, റേഡിയസ്. ഇതാണ് കമാൻഡിൻ്റെ ഫോമാറ്റ്. ഓക്കെ, സെൻറ്റർ പോയിൻ്റ് പിന്നെ റേഡിയസ്. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിൾ ത്രൂ 3 പോയിൻറ്റ്സ്. ഞാനത് 3 പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, എ ബി സി എന്നുണ്ട്. നിങ്ങളോട് പറയുകയാണ് എയിലൂടെയും ബിയിലൂടെയും സിയിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരയ്ക്കണമെന്ന്. അങ്ങനെ 3 പാസിംഗ് പോയിൻറ്റ്സ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ് ഈ നാലാമത്തെ ടൂള്. ഓക്കെ, എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഏത് കൂടെയൊക്കെയാണോ പാസ് ചെയ്യേണ്ടത് ആ പോയിൻറ്റ്സ് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഓർഡറിൽ തന്നെ സെലക്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് സർക്കിൾ കിട്ടും. ഇത്രേ ചെയ്യേണ്ടുള്ളൂ. ടൂള് സെലക്ട് ചെയ്യുക, ജസ്റ്റ് ആ പോയിൻറ്റ്സിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതേ സർക്കിൾ നമുക്ക് കമാൻഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. അപ്പോൾ അതിന് ആദ്യം ഈ സർക്കിൾ ഹൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓക്കെ, സർക്കിളിൽ നിന്ന് ഓക്കെ, ഇൻപുട്ടിൽ വന്നില്ല അല്ലേ. ശരിക്കും ഇതിൻ്റെ കമാൻഡ് അവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. സർക്കിൾ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ സ്മോൾ ലെറ്ററിൽ ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. സർക്കിൾ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഏതിലൂടെ പാസ് ചെയ്യേണ്ടത് അത് ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എയിലൂടെ പാസ് ചെയ്യണം, കോമ മസ്റ്റാണ്. ബിയിലൂടെ പാസ് ചെയ്യണം, കോമ സി. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ സർക്കിൾ വരും. ഓക്കെ, എൻ്റർ കൊടുക്കുന്നതിന് തന്നെ സർക്കിൾ വരും. എൻ്റർ കൊടുത്തിട്ട് അവസാനിപ്പിക്കുക. രണ്ടും ഒരേ സർക്കിളല്ലേ, നേരത്തതും ഇപ്പോഴത്തതും. ഓക്കെ, ശരി. അപ്പോൾ ഈ രീതിയിൽ 3 ടൂളുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമാൻഡും. ഇതാണ് സർക്കിൾ വരയ്ക്കാനുള്ള മെത്തേഡുകൾ 3 ഇനി അടുത്തത് നമുക്ക് വേറൊരു മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു സർക്കിൾ വരയ്ക്കണം എന്ന് കരുതാം. x-1 ഹോൾ സ്ക്വയർ പ്ലസ് y-2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന സർക്കിൾ വരയ്ക്കണം എന്ന് കരുതാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഈ ഇക്വേഷൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. x-1 ഹോൾ സ്ക്വയർ പ്ലസ് y-2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന സർക്കിൾ നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഇക്വേഷൻ കോപ്പി ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കോപ്പി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ടൈപ്പ് ചെയ്യണ സമയം കൂടെ നമുക്കവിടെ ലാഭിക്കാം. കോപ്പി ചെയ്യണോട് തെറ്റൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഞാൻ ഇൻപുട്ട് ബാറിൽ പേസ്റ്റ് ചെയ്യണം. അയ്യോ, പേസ്റ്റ് ചെയ്തപ്പോൾ ഒക്കെ പോയി. കോപ്പി ചെയ്തിട്ട് വേറെ എന്തൊക്കെയാണ് വന്നത്, പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കോപ്പി ചെയ്യാൻ കഴിയും. x-1 ഹോൾ സ്ക്വയർ പ്ലസ് y-2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 അതിൽ ഫോണ്ടുകൾ മാച്ച് ആവാത്തതുകൊണ്ടായിരിക്കും, പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കോപ്പി ചെയ്യാൻ കഴിയും. ഓക്കെ, x-1 ഹോൾ സ്ക്വയർ പ്ലസ് y-2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുമ്പോൾ എനിക്ക് ആ സർക്കിൾ കിട്ടുന്നത് കാണിച്ചു തരാം. ഇത് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ വരുന്ന ഒരു ജനറൽ മിസ്റ്റേക്ക് ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ എൻ്റർ കൊടുത്താൽ, ഓക്കെ, എൻ്റർ കൊടുത്തു എന്ന് എഴുതാം. ഇങ്ങനെയൊക്കെ വരുന്നത്, സർക്കിൾ കിട്ടുന്നില്ല. റീസൺ ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഞാൻ ക്യാൻസൽ കൊടുത്തു. എന്താണ് പ്രശ്നം എന്നുള്ളത് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇത് കോമൺ മിസ്റ്റേക്കാണ് കുട്ടികൾ വരുന്നത്. വേറെ ഒന്നല്ല, ഞാൻ ക്യാപിറ്റൽ ലെറ്റർ എക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരിക്കലും ക്യാപിറ്റൽ ലെറ്റർ എക്സ് യൂസ് ചെയ്യരുത്, സ്മോൾ ലെറ്റർ എക്സ് കൊടുക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോഴും ക്യാപിറ്റൽ വന്നെന്നുണ്ടെങ്കിൽ അത് സ്മോൾ ലെറ്റർ ആക്കിയിട്ട്, കണ്ടോ ഞാൻ എൻ്റർ പോലും കൊടുത്തിട്ടില്ല, പക്ഷേ സർക്കിൾ വന്നു. അപ്പോൾ സ്മോൾ ലെറ്റർ യൂസ് ചെയ്താലേ സർക്കിൾ വരുള്ളൂ. എൻ്റർ കൊടുത്താൽ നമുക്ക് ആ സർക്കിൾ അവിടെ കിട്ടും. അപ്പോൾ ഇതുപോലെ തന്ന ഇക്വേഷൻ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സർക്കിൾ വരയ്ക്കാം. ഇനി ഇതിലത്തെ ആക്ടിവിറ്റീസിലേക്ക് പോകാം. ഇത് നിങ്ങൾക്ക് ആദ്യം ഈ ഒരു ടൂളുകളും സർക്കിൾ വരയ്ക്കേണ്ട മെത്തേഡുകളും അറിഞ്ഞേ പറ്റുള്ളൂ. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താ ഫസ്റ്റത്തെ, അതെ, ഫൈൻഡ് ദ സെൻറ്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ ഫോളോയിങ് സർക്കിൾസ്, ഡ്രോ ദ സർക്കിൾ ആൻഡ് വെരിഫൈ യുവർ ആൻസർ, യു ക്യാൻ ഡു ഇറ്റ് ഇൻ എനി ഓഫ് ദ ഫോളോവിങ്സ്. സംഭവം പലർക്കും ക്വസ്റ്റ്യൻ മനസ്സിലാവാറ് പോലുമില്ല. നിങ്ങൾക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാം. നിങ്ങളോട് ഈ സർക്കിളിൻ്റെ സെൻറ്ററും റേഡിയസും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ നമ്മൾ അത് തിയറി അറിയണം കേട്ടോ. ഈ സർക്കിളിൻ്റെ സെൻറ്ററും റേഡിയസും കണ്ടുപിടിക്കുക, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്തിട്ട്. അപ്പോൾ എന്നിട്ട് ആ സെൻറ്റർ റേഡിയസും നിങ്ങൾ ബൈ ഹാൻഡ് എഴുതി കണ്ടുപിടിച്ചതും ശരിക്കും ശരിയാണോ എന്ന് നോക്കണ്ടേ. അത് സർക്കിൾ കോമ്പസ് വെച്ച് വരച്ചാൽ നോക്കാനും പറ്റില്ല. അപ്പോൾ അല്ലാതെ ജിയോജിബ്ര വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത്
ഉറപ്പിക്കണം. ഡ്രോ ദ സർക്കിൾ. അപ്പോൾ ഈ സർക്കിൾ വരച്ചിട്ട് വെരിഫൈ ചെയ്യുക, നിങ്ങളുടെ ആൻസർ വെരിഫൈ ചെയ്യുക, നിങ്ങൾ കണ്ടുപിടിച്ച സെൻറ്ററും റേഡിയസും ശരിയാണെന്നുള്ളത് വെരിഫൈ ചെയ്യാനാണ്. ഇത് 2 രീതിയിൽ ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഞാൻ 2 മെത്തേഡും കാണിച്ചു തരാം. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് സർക്കിൾ കൊണ്ട് വരയ്ക്കുക. എന്ത് ചെയ്താൽ മതി, ഇത് ഇൻപുട്ട് കമാൻഡായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു സർക്കിൾ കിട്ടും. എന്നിട്ട് അതിൻ്റെ സെൻറ്ററും റേഡിയസും കണ്ടുപിടിക്കാം. സെൻറ്റർ റേഡിയസും എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് അതിന് ഇൻപുട്ട് കമാൻഡ് ഉണ്ട്. അതാണ് സെൻറ്റർ കണ്ടുപിടിക്കാനുള്ളതാണ് സെൻറ്റർ സി റേഡിയസ് സി. അത് ഞാനവിടെ വരച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സെൻറ്റർ റേഡിയസും അവിടെ സൈഡിൽ കിട്ടും. അതുതന്നെയാണോ നിങ്ങൾ കണ്ടുപിടിച്ചതെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു വഴിയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, സെൻറ്റർ റേഡിയസ് ആദ്യം കണ്ടുപിടിക്കുക. അതാദ്യം ചെയ്യണം കേട്ടോ. സെൻറ്റർ റേഡിയസും കണ്ടുപിടിക്കുക. എന്നിട്ട് ആ സെൻറ്ററും റേഡിയസും യൂസ് ചെയ്തിട്ട്, നമുക്കറിയാലോ സെൻറ്ററും റേഡിയസും കാര്യമുണ്ടെങ്കിൽ സർക്കിൾ വരയ്ക്കാൻ ഈ ടൂൾ ഉണ്ടല്ലോ, ഫസ്റ്റ് അല്ല സെക്കൻഡ് ടൂള്. അപ്പോൾ നിങ്ങൾക്ക് സർക്കിൾ വരയ്ക്കാം. അത് വെച്ച് സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ഒരു ഇക്വേഷൻ സൈഡിൽ തെളിഞ്ഞ് വരും, ലെഫ്റ്റ് സൈഡിലുണ്ടാവും. ആ ഇക്വേഷനും ഈ ഇക്വേഷനും സെയിം ആണെന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, ഈ 2 രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് മെത്തേഡിലൂടെ പോവാം. അത് നമുക്ക് സെൻറ്റർ റേഡിയസും കണ്ടുപിടിച്ച് വയ്ക്കാം. ഞാൻ എഴുതി വെച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതാണ് നമുക്ക് വേണ്ട സെൻറ്റർ റേഡിയസും കണ്ടുപിടിക്കേണ്ട സർക്കിൾ. ഫസ്റ്റ് ഇയർ പഠിച്ച തിയറി ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ സർക്കിളിൻ്റെ. അതിൽ സെൻറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് കെ. ആ എച്ച് വാല്യൂയും കെ വാല്യൂയും നിങ്ങളൊരു കോർഡിനേറ്റ്സ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അതാണ് സെൻറ്റർ. ഇവിടെ ആർ സ്ക്വയറിൽ ആർ സ്ക്വയറാണ്, അതിൽ ആറാണ് റേഡിയസ്. അപ്പോൾ നമുക്ക് ഇതിനെ ആ ഫോമാറ്റിലാക്കിയാൽ പോരെ. എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ, ഇവിടെ മൈനസ് ആണ് സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ. പ്ലസ് 5നെ എന്താക്കി എഴുതാം, -5 ആക്കാം. അപ്പോൾ എക്സ് -5 ഹോൾ സ്ക്വയർ പ്ലസ് വൈ -3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 36. ഓക്കെ, ആ പ്ലസ് ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എച്ച് വാല്യൂ എന്താണ്, -5, കെ വാല്യൂ എന്താണ്, +3. ഓക്കെ, ആർ എന്താണ്, 6. അപ്പോൾ സെൻറ്റർ എന്താവും വരിക, -5 3 ആണ് വരിക. ഓക്കെ, എച്ച് കെ റേഡിയസ് എന്താ വരിക, 6 വരും. അപ്പോൾ നമുക്ക് സെൻറ്റർ റേഡിയസും കിട്ടി. ഇനി നമ്മുടെ ആൻസർ ശരിയാണോ ഇല്ല എന്നുള്ളത് ജിയോജിബ്ര യൂസ് ചെയ്തിട്ട് എങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുക, വെരിഫൈ ചെയ്യുക നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ മെത്തേഡ് എന്താ, ഡ്രോ ദ സർക്കിൾ ബൈ ഡയറക്റ്റ് ഇൻപുട്ട് ദ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സർക്കിൾ വരയ്ക്കാം. അതെ, സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ പ്ലസ് വൈ -3 ഹോൾ സ്ക്വയർ ഈക്വൽ 36. അത് എൻ്റർ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സർക്കിൾ തെളിഞ്ഞ് വരും. എൻ്റർ കൊടുത്തിട്ട് നമുക്ക് നോക്കി നോക്കാം. സൈഡിൽ അതെ കറക്റ്റ് ഇക്വേഷൻ ലെഫ്റ്റിലുണ്ട്. അപ്പോൾ ഞാനൊന്ന് സൂം ഔട്ട് ചെയ്തിട്ട് മുഴുവൻ സർക്കിളും കാണിക്കാം. ഇങ്ങനെയാണ് സർക്കിൾ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് അവർ ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ സെൻറ്റർ റേഡിയസ് നമുക്ക് ജിയോജിബ്ര വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാം. എങ്ങനെ സെൻറ്റർ റേഡിയസ് കണ്ടുപിടിക്കുക, അതിന് ഒരു ഇൻപുട്ട് കമാൻഡ് ഉണ്ട്. ഓക്കെ, അതാണിത്, സെൻറ്റർ ഓഫ് എ സർക്കിൾ. സർക്കിളിൻ്റെ പേര് ശ്രദ്ധിക്കുക കേട്ടോ. സർക്കിളിൻ്റെ പേര് സി എന്നാണെങ്കിൽ വെറുതെ ഇൻപുട്ട് കമാൻഡ് സെൻറ്റർ സി എന്ന് കൊടുത്താൽ മതി. അതിൽ തന്നെ കമാൻഡ് ശ്രദ്ധിക്കുക കേട്ടോ. സെൻറ്ററിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചു. പലരും പല രീതിയിൽ നല്ല 2 രീതിയിൽ സെൻറ്റർ എന്ന് എഴുതാറുണ്ട്. CNTER എന്ന് എഴുതാറുണ്ട്, CNTRE എന്ന് എഴുതാറുണ്ട്. പക്ഷേ CNTER എന്ന് യൂസ് ചെയ്താൽ മാത്രമേ, ശ്രദ്ധിക്കുക, ഇതാണെങ്കിൽ മാത്രമേ കമാൻഡ് ശരിയാകുള്ളൂ. RE യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. ഓക്കെ, സെൻറ്റർ സി എന്ന്, അതായത് അതിലെ സി എന്താണ്, സർക്കിളിൻ്റെ പേരാണ്. അതുപോലെ റേഡിയസ് കണ്ടുപിടിക്കാൻ റേഡിയസ് സി എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അതിൽ സർക്കിളിൻ്റെ പേരെന്താ, ഇവിടെ സി അല്ല EQ1 എന്നാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഉബുണ്ടുവിലും നിങ്ങളുടെ സ്കൂളും എക്സാം ചെയ്യുമ്പോൾ EQ1 എന്നൊക്കെ വരാം. അപ്പോൾ മിക്കപ്പോഴും സി ആയിരിക്കും. EQ1 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട, EQ1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇൻപുട്ട് കമാൻഡ് കൊടുക്കേണ്ടത്, സെൻറ്റർ CENTER. ഓക്കെ, അപ്പോൾ മേലെ തന്നെ വന്നിട്ടുണ്ട്. അതിൽ സെൻറ്റർ ബ്രാക്കറ്റിൽ കണ്ടോ കോണിക് എന്നൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ കോണിക്കിൻ്റെ പേര് പേരല്ല, ഈ ഇക്വേഷൻ മൊത്തം ടൈപ്പ് ചെയ്ത് കൊടുത്താലും ഒരു കുഴപ്പമില്ല. EQ1 ആണ്. അപ്പോൾ ഞാൻ സ്പെല്ലിങ്ങും തെറ്റാതെ EQ1 എൻ്റർ കൊടുത്തു. അതെ, സെൻറ്റർ ഇവിടെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അവിടെ സെൻറ്റർ എന്താ വന്നത്, -53. നമുക്ക് കിട്ടിയ ആൻസർ എന്താ, -53. ഓക്കെ, ശരിയാണ്. ഇനി റേഡിയസ് ഇതുപോലെ ചെക്ക് ചെയ്യാം. എന്ത് ചെയ്താൽ ഇൻപുട്ട് കമാൻഡായിട്ട് റേഡിയസ് ബ്രാക്കറ്റിൽ സർക്കിളിൻ്റെ പേര് EQ1 എൻ്റർ. റേഡിയസ് എന്താ കിട്ടിയത്, 6. അതിനല്ലേ നമുക്ക് കിട്ടിയത്, കറക്റ്റാണ്. ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാം. ഇതാണ് മെത്തേഡ്, സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ സെൻറ്റർ റേഡിയസും ഇക്വേഷനിൽ കണ്ടുപിടിക്കാൻ അറിയണം. ഇനി വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. അതും കൂടെ ജസ്റ്റ് ഫസ്റ്റത്തേൽ മാത്രമേ കാണിച്ചു തരാം. നമ്മൾ ഈ മെത്തേഡ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സെൻറ്റർ റേഡിയസ് ആദ്യം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതല്ലാതെ ഇപ്പോൾ ഈ ചെയ്തൊക്കെ ഞാൻ ബാക്ക് അടിച്ചിട്ടുണ്ട്, ഒക്കെ ഒഴിവാക്കി.
നമുക്ക് സെൻറ്റർ റേഡിയസും ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടേ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സെൻറ്റർ എന്താണ്? -5.3. അപ്പോൾ അതെങ്ങനെ മാർക്ക് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പോയിൻറ്റുകൾ എടുത്തിട്ട് ഇങ്ങനെ -5.3 തിരഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഇൻപുട്ട് ബാറിൽ വന്നിട്ട് -5.3 ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. -5,3 എൻ്റർ കൊടുത്താൽ അതവിടെ വരും. ഇനി റേഡിയസ് 6 എന്നല്ലേ, അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് അത് കിട്ടാനൊന്നുമില്ല, അത് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. നമുക്ക് ആ റേഡിയസും കൂടെ യൂസ് ചെയ്ത് സർക്കിൾ വരയ്ക്കണം. അപ്പോൾ സെൻറ്ററും അറിയാം, റേഡിയസും വെച്ചിട്ട് സർക്കിൾ വരയ്ക്കുന്ന ടൂള് സെലക്ട് ചെയ്യാം. സർക്കിൾ സെൻറ്റർ ആൻഡ് റേഡിയസ്. ഇനി ഈ സെൻറ്റർ റേഡിയസ് ആയിട്ട് ഈ പോയിൻ്റ് സെൻറ്ററായിട്ട് റേഡിയസ് 6 ആയിട്ട് സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് സെൻറ്റർ സെലക്ട് ചെയ്തു. റേഡിയസിൻ്റെ ചോദിച്ചപ്പോൾ 6 എന്ന് കൊടുത്തു. നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സർക്കിൾ വന്നിട്ടുണ്ട്. നമുക്ക് ആ സർക്കിൾ അവിടെ ഇരിക്കട്ടെ. സൈഡിലൊരു ഇക്വേഷൻ വന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ തന്നെ അല്ലേ ക്വസ്റ്റിൽ ഉണ്ടായിരുന്നത്? അത് ഓക്കെ ആണല്ലോ. സോ നമ്മുടെ ആൻസർ കറക്റ്റാണ്. ഇങ്ങനെയും വെരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് മെത്തേഡ്. ഇനി അടുത്ത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. ഇത് ഫസ്റ്റ് ഇയർത്ത് അറിയണം. x² + y² - 4x - 8y - 45 = 0 എന്നാണ് അല്ലേ. ആദ്യം ഇത് വെച്ച് സെൻറ്റർ റേഡിയസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഫസ്റ്റത്തെ മെത്തേഡാണ് എളുപ്പമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സെൻറ്റർ റേഡിയസും കണ്ടുപിടിക്കുക. എന്നിട്ട് പേപ്പർ അവിടെ വയ്ക്കുക. ഓക്കെ, ആദ്യം പേപ്പർ യൂസ് ചെയ്തിട്ട് അത് കണ്ടുപിടിക്കുക. എന്നിട്ട് സർക്കിൾ ഇക്വേഷൻ ടൈപ്പ് ചെയ്തിട്ട് സർക്കിൾ കൊണ്ട് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ റേഡിയസ് കമാൻഡ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. നിങ്ങൾ പേപ്പറിൽ കണ്ടുപിടിച്ചതും ജിയോജിബ്രയിൽ വന്നതും സെയിം ആണോ നോക്കുക. ഇതൊക്കെ പലരും മറന്നു പോയിട്ടുണ്ടാവും. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ x² + y² - 4x - 8y - 45 = 0 എന്നല്ലേ. ഇതിന്ന് എങ്ങനെ സെൻറ്റർ റേഡിയസും കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ആദ്യം അല്ല, നിങ്ങൾക്ക് സർക്കിളിൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഇക്വേഷൻ വെച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. സ്ക്വയർ കംപ്ലീഷൻ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എക്സിൻ്റെ ടേംസൊക്കെ ആദ്യം എഴുതാം. x² -4x, y²ൻ്റെത് അല്ലെങ്കിൽ വൈൻ്റെ ടേംസ് y² -8y പിന്നെ എഴുതാം. -45 റൈറ്റിലേക്ക് കൊണ്ടുപോകാം, +45 ആവും. ഇനി സ്ക്വയർ കംപ്ലീഷൻ. ഇവിടെ എക്സിൻ്റെ കോഷ്യൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ, അതായത് 2² ആഡ് ചെയ്തു. ഓക്കെ, അതുപോലെ വൈൻ്റെ കോഷ്യൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ, 8ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 4, അപ്പോൾ 4ൻ്റെ സ്ക്വയർ. 2² 4² നിങ്ങൾ ലെഫ്റ്റിൽ ആഡ് ചെയ്തു, അപ്പോൾ അത് റൈറ്റിലും ആഡ് ചെയ്ത് കൊടുക്കുക. 45ൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് എന്തിൻ്റെ സ്ക്വയറാണ്? a - b² എന്നുള്ള ഫോമാറ്റാണ്. ഇവിടെ a എന്ന് പറഞ്ഞാൽ x, b എന്ന് പറഞ്ഞാൽ 2, അപ്പോൾ x - 2² ആണത്. ഇത് y - 4² ഓക്കെ ഈക്വൽ ടു ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 65 കിട്ടും. അപ്പോൾ ഇത് നമുക്ക് സർക്കിളിൻ്റെ ഇക്വേഷൻ്റെ ഫോമാറ്റ് ആയല്ലോ. ഇവിടെ h എന്താ 2, k എന്ന് പറഞ്ഞാൽ 4, hk എന്ന് പറഞ്ഞാൽ 24. റേഡിയസ് അപ്പോൾ സെൻറ്റർ അപ്പോൾ hk 24 കിട്ടും. റേഡിയസ് ഇവിടെ ഇത് r² ആണ്. പലരും തെറ്റിക്കുന്ന r = 65 എന്ന് എഴുതി കൊടുക്കും. ഇവിടെ r² ആണ് എന്ത് 65, അപ്പോൾ r എന്ന് പറഞ്ഞാൽ √65. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റർ റേഡിയസും കിട്ടി. ഇത് വെച്ചിട്ട് ജിയോജിബ്ര വിൻഡോയിൽ നമുക്ക് ഒന്ന് വരച്ചു നോക്കാം. ഇപ്പോൾ ചെയ്തത് എങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഇക്വേഷൻ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. x² + y² - 4x - 8y - 45 = 0. ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റർ കൊടുത്തപ്പോൾ വലിയൊരു സർക്കിൾ വന്നു. ഒന്ന് സൂം ഔട്ട് ചെയ്യാം. ശരി, സർക്കിൾ വന്നു. എങ്ങനെ ഇതിൻ്റെ സെൻറ്റർ റേഡിയസും ചെക്ക് ചെയ്യുക? ജസ്റ്റ് കമാൻഡ് കൊടുക്കുക. സെൻറ്റർ കണ്ടുപിടിക്കാൻ സെൻറ്റർ, സ്പെല്ലിങ് ശ്രദ്ധിച്ചു കേട്ടോ, സെൻറ്റർ EQ1 എൻ്റർ കൊടുത്തു. 24 വന്നിട്ടുണ്ട്. നമുക്ക് കിട്ടിയത് തന്നെയല്ലേ? അതെ. ഓക്കെ, ഇനി അതുപോലെ റേഡിയസ് കൊടുക്കാം. റേഡിയസ് EQ1 എൻ്റർ കൊടുത്തു. 8.06 ചേട്ടാ, അതെങ്ങനെ ശരിയാവുക? നമുക്ക് കിട്ടിയ √65 അത് ശരിയാവുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ √65ൻ്റെ വാല്യൂ ആണ് 8.06. ഞാൻ ഡൗട്ടുള്ളവർ എന്ത് ചെയ്യുക അറിയുമോ? √65 ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നോക്കുക. റൂട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, SQRT ടൈപ്പ് ചെയ്തിട്ട് 65 ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. എന്താണത്? അത് കാരണം ജിയോജിബ്ര കാൽക്കുലേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സാം ആണെന്ന്. √65 = 8.06. സോ നമ്മുടെ ആൻസർ കറക്റ്റാണ്. അത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യാം. ഇതുപോലെ നിങ്ങൾ മൂന്നാമത്തെ ചെയ്ത് നോക്ക്. മൂന്നാമത്തത് നിങ്ങൾ 2x² + 2y² - 8 = 0 എന്നുള്ളതാണ്. ആദ്യം
എക്സ് സ്ക്വയറിൻ്റെ വൈ സ്ക്വയറിൻ്റെ കോഷ്യൻ്റ് 1 ആക്കി മാറ്റുക. എന്നിട്ട് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ. ഓക്കെ, ഇതെല്ലാം ഞാൻ പറഞ്ഞു തരില്ല. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ -8 = 0 ഇതായിരുന്നു ഇക്വേഷൻ. ജസ്റ്റ് ആ -8 അങ്ങോട്ട് കൊണ്ടുപോകാം. 2x² + 2y² = 8 എന്നാവും. ഇനി ഒരു സർക്കിളിൻ്റെ ഇക്വേഷനിൽ എപ്പോഴും എക്സ് സ്ക്വയറിൻ്റെ വൈ സ്ക്വയറിൻ്റെ കോഷ്യൻ്റ് 1 ആയിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യാം, /2 ഇവിടെയും ചെയ്യാം, ഇവിടെയും /2 ചെയ്യാം, ഇവിടെയും /2 ചെയ്യാം. അപ്പോൾ എന്താവും, ഇത് x² ആവും, ഇത് y² ആവും, = 4 ആവും. ഇവിടെ h എന്താ, x - 0² y എന്താ, y - 0², സോറി y അല്ല k, = 2². സെൻറ്റർ എന്താ 0 0, റേഡിയസ് എന്താ 2. ശരിയാണോ എന്ന് നിങ്ങൾക്ക് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ആക്ടിവിറ്റിയും കൂടെ ഇതിനകത്തുണ്ട്. ഓക്കെ, നല്ല 2 ആക്ടിവിറ്റി ഉണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ ഈ ബാക്കി ആക്ടിവിറ്റിയും പരാബോളയും അടുത്ത വീഡിയോയിൽ പറയാം.